ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വടക്ക് കിഴക്കൻ പീഠഭൂമിയാണ്. അപ്പോൾ നമ്മുടെ SCERT ബുക്കിൽ അതില്ല. അപ്പോൾ നമ്മൾ വേറെ വെളിയിലുള്ള ബുക്കുകൾ നോക്കിയിട്ടാണ് അത് റെഫർ ചെയ്ത് പറയുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമി ഇതെങ്ങനെയാണ് രൂപീകരണമായത് വെച്ചാൽ, നമ്മുടെ ഹിമാലയ പർവ്വത രൂപീകരണ സമയത്ത് അത് ചെലുത്തപ്പെട്ട ബലം കാരണം ഈ രാജമഹൽ കുന്നുകൾക്കും അതുപോലെ തന്നെ മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ ആ ഒരു ബലം എന്ത് ചെയ്തു, ഒരു ഭ്രംശമേഖല സൃഷ്ടിക്കപ്പെടുകയും ആ ഭ്രംശമേഖലയിലേക്ക് നദികളുടെ നിക്ഷേപണം മൂലം അത് നികത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ വടക്ക് കിഴക്കൻ പീഠഭൂമികളുടെ രൂപീകരണം ആരംഭിച്ചത്. ഈ വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ്. അത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ, ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ വടക്ക് കിഴക്കൻ പീഠഭൂമി ഉള്ളത്. ഈ വടക്ക് കിഴക്കൻ പീഠഭൂമികൾ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് വന്നിട്ട് മേഘാലയ പീഠഭൂമി, പിന്നെ ഒന്ന് കാർബി ആംഗ്ലോങ് പീഠഭൂമി. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പീഠഭൂമികൾ എന്ന് പറയുന്നത്. മേഘാലയ പീഠഭൂമി, പിന്നെ കാർബി ആംഗ്ലോങ് പീഠഭൂമി. അസമിലെ കാർബി ആംഗ്ലോങ് പീഠഭൂമിയിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ പോലെ തന്നെ ഒരുപാട് ധാതുക്കളുണ്ട്. പിന്നെ മേഘാലയ പീഠഭൂമി, ഈ മേഘാലയ പീഠഭൂമിയെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അവയെ ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ എന്നിങ്ങനെ ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പീഠഭൂമിയെ, മേഘാലയ പീഠഭൂമിയെ തിരിച്ചിട്ടുണ്ട്. മേഘാലയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന ധാതു വിഭവങ്ങളാണ് ഒന്ന് കൽക്കരി, രണ്ടാമത്തത് ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം എന്നിവ. അതൊക്കെയാണ് കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം എന്നിവ മേഘാലയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ധാതു അയിരുകളാണ്. ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്ക് കിഴക്കൻ ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഭൂഭാഗമാണ് ഈ സിലിഗരി കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ വടക്ക് കിഴക്കൻ കുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യം SCERT ബുക്കിൽ നോക്കിപ്പോവാം. ഇപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് സാധാരണ ഉഷ്ണമേഖല മോൺസൂൺ കാലാവസ്ഥയാണ് അവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഓരോരോ സ്ഥലത്തു നിന്ന് പോകുന്തോറും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ എന്തൊക്കെ സ്വാധീനിക്കുന്നുണ്ട്? ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം, അതുപോലെ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപം 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മാർച്ച് മാസത്തിൽ ഡക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. അത് അങ്ങനെയാണല്ലോ, ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിൽ വന്നിട്ട് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം. അപ്പോൾ എന്താണ് ദൈനിക താപാന്തരം പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? ദൈനിക താപാന്തരം. ഒരു ദിവസത്തിലുണ്ടാകുന്ന താപത്തിന്റെ അന്തരമാണ് ദൈനിക താപാന്തരം. ഇവിടെ ഒരു നോട്ട് തന്നിരിക്കുകയാണ്. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ? അതെ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നെയ്സ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീർ, അവിടെ എന്തൊക്കെയാണ്? മാർബിൾ, സ്ലേറ്റ്, നെയ്സ്, ഇവ എന്താണ്? കായാന്തരിത ശിലകളാൽ നിർമ്മിതമാണ്. അത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും, ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ വടക്ക് കിഴക്കൻ പീഠഭൂമികൾ, ആ മേഘാലയ പീഠഭൂമിയും അതുപോലെ ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഗുജറാത്തിലെ കച്ച്, കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ഇതെല്ലാം അറിയണം. ഒന്ന് രാജസ്ഥാനിലെ ജയ്സാൽമീർ, കച്ച്, കത്തിയവാർ, അതുപോലെ തന്നെ മേഘാലയ പീഠഭൂമി. അപ്പോൾ ഈ കച്ചും കത്തിയവാറും ഒക്കെ നമ്മുടെ അവിടെയാണുള്ളത്, പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉള്ളത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ്റെ ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? ജയ്സാൽമീർ. ഈ മേഘാലയ പീഠഭൂമി എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ ഭാഗത്താണ്. നമ്മൾ ഈ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഓരോരോ സ്ഥലത്തിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. അതിന് കാരണം എന്താണ്? പശ്ചിമഘട്ടം എന്ത് ചെയ്യും? ഈ മേഘങ്ങളെ പിടിച്ചു നിർത്തി ഈ പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യ്ക്കും. ഈ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മഴനിഴൽ ഭാഗമായിട്ട് വരികയും ചെയ്യും. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. 50 സെന്റിമീറ്ററിൽ കുറവ്. ഇത്തരം പ്രദേശങ്ങൾ എന്ത് പറയും? മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നുചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിച്ചിട്ട് അവിടെ ഒരു ചെറിയ തോതിലുള്ള മഴ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ സാധാരണ ബംഗാളിലെ ന്യൂനമർദ്ദം കൊണ്ടാണ് ഈ വടക്ക് കിഴക്കൻ മഴ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആന്ധ്ര, തമിഴ്നാട് ഭാഗങ്ങളിലെല്ലാം ചെന്നൈയിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സാധാരണ ആ ഒരു സമയത്താണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഒരു വടക്ക് കിഴക്കൻ ന്യൂനമർദ്ദം അത് വന്നിട്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് ഒരു ആനുകൂല്യം ഉണ്ടാക്കുന്നില്ല. അവിടെ മഴയൊന്നും ഉണ്ടാവാറില്ല ഇത് കാരണം. ഇനി മഴനിഴൽ പ്രദേശങ്ങൾ. എന്താണ് മഴനിഴൽ പ്രദേശങ്ങൾ? കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച്, അതായത് തണുത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖത്ത്, അതായത് അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ അടുത്ത ഭാഗത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു. അതായത് ഈ ഭാഗത്ത് വരുന്ന വായു, ഈ ഭാഗത്തുള്ള വായു നിറച്ച് ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടും. ഈ മഴമേഘങ്ങളെ പർവ്വതം തടഞ്ഞു നിർത്തി ഇവിടെ മഴ പെയ്യ്ക്കുന്നു. ഇപ്പുറത്ത് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയുള്ള മേഘങ്ങൾ കിട്ടാറില്ല. അതായത് അതിൻ്റെ ഈർപ്പമെല്ലാം മഴയായിട്ട് ഈ പ്രദേശത്ത് വർഷിച്ച ശേഷമാണ് പർവ്വതത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഭാഗം മഴ ലഭിക്കാത്ത പ്രദേശം മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നു. ഡക്കാൻ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കേണ്ടത്? നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തും കന്യാകുമാരിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് പൂർവ്വഘട്ടം ഇങ്ങനെ വരുന്നു, ഇത് പശ്ചിമഘട്ടം ഇങ്ങനെ വരുന്നു, ഇത് ഉപദ്വീപീയ പീഠഭൂമി, ഇത് പടിഞ്ഞാറൻ തീരസമുദ്രം, ഇത് കിഴക്കൻ തീരസമുദ്രം. ചിത്രത്തിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അത് ചോദിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് എവിടേക്കാണെന്ന് ചോദിക്കാം. അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഉള്ളത്. ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ജലവിഭാജകം പറഞ്ഞാൽ ജലത്തിന്റെ ക്രോസ് കട്ട് ചെയ്യുന്ന സ്ഥലമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടവും അതേപോലെ മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിയിലെ നീരൊഴുക്കിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട്, ഇവിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇങ്ങനെ പോകുന്ന നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. മാക്സിമം നദികളും അവിടെ നിന്നാണ്, പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. വൃഷ്ടിപ്രദേശം. അപ്പോൾ എന്താണ് വൃഷ്ടിപ്രദേശം പറഞ്ഞാൽ? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഇനി നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കുന്നു. ഇനി ജലവിഭാജകം. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ എന്തെന്ന് പറയുന്നു? ജലവിഭാജകം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വൃഷ്ടിപ്രദേശം? വൃഷ്ടിപ്രദേശം പറഞ്ഞാൽ നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ആ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. നീർത്തടം എന്ന് പറഞ്ഞാൽ
ഒരു നദി അതിൻ്റെ പോഷക നദികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് നീർത്തടം എന്ന് പറയുന്നത്. ജലവിഭാജകം പറഞ്ഞാൽ രണ്ട് നീർത്തടങ്ങളെ വേർതിരിക്കുന്ന അതിർത്തിയാണ് ഈ ജലവിഭാജകം എന്ന് പറയുന്നത്. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീര സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അതൊക്കെയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവയൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. പിന്നെ അവയുടെ ഉത്ഭവം എവിടെയാണ്? മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡ് എന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് എബ്, ടെല്ല്. അതുപോലെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ല. അപ്പോൾ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ഈ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് മഹാനദി. അപ്പോൾ ഈ മഹാനദി ഈ ഭാഗത്താണ് ഉള്ളത്. അതിനുശേഷം താഴെയാണ് ഗോദാവരി, ദെൻ കൃഷ്ണ, ദെൻ കാവേരി. അപ്പോൾ ഇത് ഇവിടെ ആദ്യം നോക്കുക. അതിനുശേഷം മഹാനദി എവിടെയാണ്? മഹാനദി ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവിയിൽ നിന്നുമാണ് അതിൻ്റെ ഉത്ഭവം. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? ഇബും, ടെല്ലും. പിന്നെ അടുത്തതാണ് ഗോദാവരി. ഗോദാവരി എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് പ്രണഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ. അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവ. അതൊക്കെയാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവ. അപ്പോൾ ഈ ഗോദാവരി വരുന്നത് കുറച്ച് താഴെയാണ്, നടുക്കിൽ നിന്നും, അതായത് ഇന്ത്യയുടെ പകുതി നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് ആ ഒരു 3 ഇതിലൂടെ അത് ഒഴുകുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് ഓർമ്മിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് കൃഷ്ണ. കൃഷ്ണ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നുമാണ്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവ. അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നിവ. ഇനി കാവേരി. കാവേരി സ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. അപ്പോൾ കാവേരി ആലോചിക്കാൻ ഒരു പ്രയാസമില്ല, കർണാടകത്തിൽ നിന്നുമാണ് ഒറിജിൻ എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കാവേരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കർണാടകവും തമിഴ്നാടുമുള്ള ഒരു നദീജല തർക്കമാണ് ഈ കാവേരി നദിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാകാം, ഈ കർണാടകത്തിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലൂടെ ഒഴുകി അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് ഈ കാവേരി നദി എന്നുള്ളത്. അപ്പോൾ കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മഗിരി കുന്നുകൾ. അതാണ് ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി എന്നുള്ളവ. ഇത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടകം, കേരളം എന്നിവ. അപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം എല്ലായ്പ്പോഴും നോക്കിയിട്ട് പോവുക. ഓരോരോ നദികളും എവിടെയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ നർമ്മദ കണ്ടില്ലേ? നർമ്മദയാണ് നമ്മുടെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദി. അതവിടെ നിന്നാണ് ഒഴുകുന്നത്. അത് വന്നിട്ട് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇനി കാവേരി നദീജല തർക്കം. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ അതെപ്പോഴാണ്? 1924 മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും. എന്നാൽ മുൻകരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കും എന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൽ എത്രയാണ്? 419 TMC ജലം തമിഴ്നാടിന്, 270 ജലം TMC കർണാടകത്തിന്, 30 TMC കേരളത്തിന്, 7 TMC ജലം പുതുച്ചേരി. അപ്പോൾ 1 TMC ജലം എന്ന് പറയുന്നത് എത്രയാണ്? 1000 ദശലക്ഷം ക്യൂബിക് അടി. ഈ ഒരു നദീജല തർക്കം ഇനിയും തീരാത്തതാണ്. ഇനി അടുത്തത് ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. അപ്പോൾ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. അപ്പോൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത്. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനമുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കുക മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നാണ്. ഇതിൽ ഏറ്റവും വലുത് ഗോദാവരി, അത് കഴിഞ്ഞ് കൃഷ്ണ, അത് കഴിഞ്ഞ് കാവേരി, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാം അവിടേക്ക് ഒഴുകുന്നത്, ഇവയെല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത്.
ഉപദ്വീപീയ നദിയിൽ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളതാണ്. അതെന്താണ് കാലിക സ്വഭാവം പറഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമായിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ് കാലിക സ്വഭാവമുള്ള നദികൾ എന്ന് പറയുന്നത്. മഴക്കാലത്ത് വെള്ളം ഉണ്ടാകുകയും അതേസമയം വേനൽക്കാലത്ത് വെള്ളമില്ലാതെയുമുള്ള നദികളാണ് ഈ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇനി വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാവാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏറെയും എന്താ ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ചെരുവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികളോ അത് മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നദികളെല്ലാം അവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ചെരുവിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അങ്ങനെ നേരെ പോയിട്ട് അറബിക്കടലിൽ ചേരുകയാണ് എന്നാണ് പറയുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരകളും ജബൽപൂരിന് സമീപമുള്ള ദുവാന്താർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പോൾ നർമ്മദ നദിയെ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്ന് ദുവാന്താർ വെള്ളച്ചാട്ടം. അപ്പോൾ ദുവാന്താർ വെള്ളച്ചാട്ടം എവിടെയാണ്? അത് നർമ്മദ നദിയിലാണ്. അത് ദുവാന്താർ വെള്ളച്ചാട്ടം എവിടെയാണുള്ളത്? ജബൽപൂരിന് സമീപമാണ് ഉള്ളത്. അപ്പോൾ മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും അതുപോലെ ജബൽപൂരിന് സമീപമുള്ള ദുവാന്താർ വെള്ളച്ചാട്ടവും പിന്നെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും. സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതിലാണുള്ളത്? നർമ്മദ നദിയിലാണ് ഉള്ളത്. ഇനി നർമ്മദ നദിയും താപ്തി നദിയുമാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നുമാണ്. അമർകണ്ടക് അതന്നെ സ്ഥലം അമർകണ്ടക് എന്നാണ്. അതിന്റെ പ്രധാന പോഷക നദികളാണ് ഹിരണും ബഞ്ചാറും. പിന്നെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ. ഇനി താപ്തി പറയുന്നത് അതിന്റെ ഉത്ഭവം മുൾത്തായ് മധ്യപ്രദേശിലാണ്. അതിന്റെ പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഗിർന എന്നിവ. അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു അതായത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദയെ സംരക്ഷിക്കൂ, ബച്ചാവോറിനെ രക്ഷിക്കൂ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ എന്ത് ചെയ്തു? കൈകോർത്തു. 1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ്. അപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളനം അതുപോലെ തന്നെ സർദാർ സരോവർ പദ്ധതി അതൊക്കെ എവിടെയാണുള്ളത്? അത് നർമ്മദയിലാണുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കെട്ടിയ ഡാമുകൾക്കെതിരെ അതുപോലെ പുതുതായി തുടങ്ങാൻ പോകുന്ന ഡാമുകൾ നിർത്തിവെക്കാനും വേണ്ടിയിട്ട് നയിച്ച പ്രക്ഷോഭമാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. അപ്പോൾ 3 നദികളാണ്. ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതൊക്കെയാണ് പറഞ്ഞു? നർമ്മദയും താപ്തിയും പറഞ്ഞു. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി ഗംഗയിലെത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചേർന്ന പ്രധാന നദികളാണ് ഈ ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ചമ്പല്, ബത്തുവ, കെന്ന് അതൊക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടോ, ചമ്പല്, സിന്ധ്, ബത്തുവ, കെൻ, സോൺ ഇവയൊക്കെ എന്താണ്? ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ആരംഭിച്ച് നേരെ ചിലത് ഗംഗയിലേക്ക്, ചിലത് നേരെ യമുനയിലേക്ക് പതിക്കുന്നവയാണ്. ഇവയാണ് ഗംഗയിലേക്ക് എത്തുന്ന നദികൾ എന്ന് പറയുന്നത്. ഈ നദികൾ എന്താ പറയുന്നത്? ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത്. ഈ നദികൾ എന്താ വിളിക്കുന്നത്? ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ. ബാക്കിയുള്ള പോഷക നദികൾ അവിടെ നിന്ന് വരുന്നത് അത് ഹിമാലയത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ചമ്പൽ റവേനുകൾ. അപ്പൊ എന്താണ് ചമ്പൽ റവേനുകൾ? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. അപ്പൊ മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവിൽ എന്ത് സംഭവിക്കുന്നു? ഈ ചമ്പൽ നദിയുടെ അതുപോലെ തന്നെ പോഷക നദികളും
ഒരു പ്രത്യേക ചാലുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ ചാലുകളെയാണ് എന്തെന്ന് പറയുന്നത്? ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത്. എന്താണ്? ചമ്പൽ റവൈൻസ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ കുഴിയും വഴിയുമായിട്ടുള്ള ഒരു ചരുവാണ് അത്. ഇന്ത്യൻ ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശ നദീതട പദ്ധതികൾ നോക്കാം. അതൊക്കെയാണ് നദീതട പദ്ധതി ഹിരാകുഡ്, അത് മഹാനദിയിലാണ്, ഒഡീഷയിലാണ് സംസ്ഥാനം. ഇനി തുംഗഭദ്ര നദിയിലാണ് ഉള്ളത്. അത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അത് കർണാടകത്തിലാണ് ഈ തുംഗഭദ്ര പദ്ധതി ഉള്ളത്. സർദാർ സരോവർ പദ്ധതി എവിടെയാണ്? നർമ്മദയിലാണ്. അത് ഗുജറാത്തിലാണ് കെട്ടിയിരിക്കുന്നത്. കൃഷ്ണരാജ സാഗർ അതെവിടെയാണുള്ളത്? കാവേരി നദി കർണാടകത്തിലാണ് ഉള്ളത്. നിസാം സാഗർ അത് ഗോദാവരിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി പറഞ്ഞാൽ? വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നദിയിൽ ഡാമുകൾ കെട്ടുന്നതിനാണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ഒരു നദിക്ക് കുറക്കെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളെയാണ് എന്തെന്ന് പറയുന്നത്? വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. ഒന്ന് വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, ഇവയൊക്കെയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ. ഏതൊക്കെയുണ്ട്? മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാം, വിനോദസഞ്ചാരം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, വൈദ്യുതോൽപാദനം, ജലഗതാഗതം, ഇവയൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഉപദ്വീപിയിലെ പീഠഭൂമികളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിലെ പരുത്തി കൃഷി. അതാണ് പരുത്തി കൃഷി. അപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് ഈ ഏരിയ പരുത്തിയുടെയും ഈ ഭാഗം ചണത്തിന്റെയും ഏരിയയാണ്. അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് അത് കറുത്ത മണ്ണാണ്. അത് എന്താണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയിൽ, ഡെക്കാൻ പീഠഭൂമിയിൽ അത് ധാരാളമായിട്ട് കണ്ടുവരുന്ന മണലാണ് ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഈ പരുത്തിയുടെ പ്രത്യേകതകൾ നോക്കിയാൽ പരുത്തി എന്താണെന്ന് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് വന്നിട്ട് ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് അത് വന്നിട്ട് മുംബൈയിലെ തുറമുഖത്താണ് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മുംബൈ തുറമുഖമാണ്. അതുപോലെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അത് മുംബൈയാണ്. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്ന് പറഞ്ഞാൽ മുംബൈയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം അത് വന്നിട്ട് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് ഒന്ന് മാത്രം ആലോചിക്കുക. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. പക്ഷേ മുംബൈ തുറമുഖത്തു നിന്നുമാണ് കയറ്റിവിടുന്നത്. മുംബൈയാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ളത്. അതായത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ളതെന്ന് ആലോചിക്കുക. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം എന്ന് പറയുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതും മുംബൈയാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഓർത്തു വയ്ക്കുക. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്ന് പറയുന്നത് പരസ്നാഥ് കുന്നുകളാണ്. എന്താണ്? പരസ്നാഥ് കുന്നുകൾ. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്ന് പറയുന്നത് എന്താണ്? പരസ്നാഥാണ്. അതെവിടെയുള്ളത്? ജാർഖണ്ഡിലാണുള്ളത്. പരസ്നാഥ് കുന്നുകൾ അതെവിടെയുള്ളത്? ജാർഖണ്ഡിലാണുള്ളത്. ഇനി ആരവലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് ഗുരുശിഖർ ആണ്. അതാണ് മൗണ്ട് ഗുരുശിഖർ. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? അത് ആനമുടിയാണ്. ഇനി പൂർവഘട്ടത്തിലെയോ? അത് ജിന്തഗാഡയാണ്. AP-യിലാണ് ഉള്ളത്. ഇനി സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? അത് വന്നിട്ട് ദുബ്ഗാർഹാണ്. നീലഗിരി കുന്നുകളിലെയോ? ദൊട്ടംപേട്ടയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.